വിദേശ ഇന്ത്യക്കാർ നാട്ടിലേക്ക് അയച്ചത് $129.4 ബില്യൺ. വിദേശത്ത് സ്ഥിരതാമസമാക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്ന ഇന്ത്യക്കാർ 2024 മാത്രം നാട്ടിലേക്ക് അയച്ചതാണ് ഈ റെക്കോർഡ് തുക. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബാലൻസ് ഓഫ് പേയ്മെന്റ് കണക്കുകളുടെ വിശകലനത്തിലാണ് ഇക്കാര്യം തിരിച്ചറിഞ്ഞത്. ഇന്ത്യയിൽ നിന്നും മറ്റു രാജ്യത്തിലേക്ക് കുടിയേറുന്നവരുടെ കണക്ക് ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ്. എന്നാൽ ഇത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒരു മുതൽക്കൂട്ട് കൂടിയാണ്. അടുപ്പിച്ച് മൂന്നാം വർഷമാണ് ഇന്ത്യയിലേക്ക് പണം അയക്കുന്നത് $100 ബില്യൺ കടക്കുന്നത്. ഇതിൽ ഡിസംബറിൽ മാത്രം $36 ബില്യൺ ആണ് കൈമാറപ്പെട്ടിരിക്കുന്നത്. ഇത്തരത്തിൽ പണം അയക്കപ്പെടുന്ന ലോകത്തെ തന്നെ പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ പട്ടികയിൽ കഴിഞ്ഞ 25 വർഷത്തിന് മുകളിലായി ഇന്ത്യയുമുണ്ട്. ലോകത്താകമാനം IT മേഖല വിപുലീകരിക്കപ്പെടുകയും ഇന്ത്യയിൽ നിന്നും കുടിയേറ്റം മൂല്യവത്തായതുമാണ് ഇത്തരത്തിൽ രാജ്യത്തേക്ക് പണമൊഴുകാൻ കാരണം. പണം അയക്കുന്നതിന്റെ ഒഴുക്ക് ഉറവിട രാജ്യങ്ങളിലെ തൊഴിൽ സാഹചര്യങ്ങളും മറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. കഴിഞ്ഞ 3 ദശകങ്ങളായി ഇന്ത്യയിൽ നിന്നും കുടിയേറ്റം 3 മടങ്ങാണ് വർദ്ധിച്ചത്. ആഗോള കുടിയേറ്റവും വർദ്ധിച്ചു. ഇന്ത്യയിൽ നിന്ന് കുടിയേറിയവരിൽ പകുതിയിലേറെയും ആശ്രയിച്ചിട്ടുള്ളത് GCC രാജ്യങ്ങളെയാണ്. വികസിത സമ്പദ് വ്യവസ്ഥയിൽ നിന്നുള്ള പണമയക്കലും കൂടിയാണ് ഈ വർധനവിന് കാരണമെന്ന് റിസർവ് ബാങ്ക് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള IT സേവനങ്ങളുടെ മത്സരശേഷിയും നുഴഞ്ഞുകയറ്റവും US പോലുള്ള വികസിത രാജ്യങ്ങളിലേക്ക് വർദ്ധിച്ചുവെന്നും GCCക്ക് പുറമെ ഈ രാജ്യങ്ങളിൽ നിന്നും പണമയക്കലും വർദ്ധിച്ചെന്നും റിസർവ് ബാങ്ക് റിപ്പോർട്ടിൽ പറയുന്നു. വടക്കേ അമേരിക്ക, യൂറോപ്പ് പോലുള്ള പ്രദേശങ്ങളിൽ വിലപ്പെരുപ്പത്തിന്റെ എല്ലാ സൂചനകളും നിലനിൽക്കുമ്പോഴും ഈ ട്രെൻഡ് മുകളിലേക്ക് തന്നെയെന്നും റിസർവ് ബാങ്ക് സൂചിപ്പിക്കുന്നു. ഇന്ത്യയിലെ ആശ്രിതർ വിദേശത്തുള്ള ബന്ധുക്കളെ കൂടുതലായും ആശ്രയിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഇതെന്നും സാമ്പത്തിക വിദഗ്ധർ അടക്കം അഭിപ്രായപ്പെടുന്നത്.